പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് വോട്ട് ചെയ്യാനായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ TN തോമസ് ഐസക് ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നു അല്ലേ വോട്ട് ചെയ്യാനായി? അതെ അക്ഷയ, നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്തിൽ ആണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി മുൻമന്ത്രി തോമസ് ഐസക്കിൻ്റെ വോട്ടുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്യാനായി ഇവിടെ ഇപ്പോൾ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറവങ്കോണം സാൽവേഷൻ ആർമി സ്കൂളിലെ 129 നമ്പർ ബൂത്തിലാണ് തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ വോട്ട് വിനിയോഗിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് മാത്രമല്ല, പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയും തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് ജഗതി സ്കൂളിലാണ് വോട്ട് ഉള്ളത്. അപ്പോൾ അദ്ദേഹവും രാവിലെ 7:00 വോട്ട് ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം കേന്ദ്രമന്ത്രി V മുരളീധരൻ അല്പസമയത്തിന്, ഇത് 7:30 ആകുമ്പോൾ ഉള്ളൂർ സ്കൂളിൽ വോട്ടവകാശം വിനിയോഗിക്കും. ഒപ്പം തന്നെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അദ്ദേഹം ഇന്ന് വട്ടിയൂർക്കാവിലെ കാഞ്ഞിരമ്പാറ സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ 9 മണിക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ വോട്ടവകാശം വിനിയോഗിക്കും. പിന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ബാംഗ്ലൂരാണ് വോട്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ഇല്ല. പന്ന്യൻ രവീന്ദ്രന് കണ്ണൂരാണ് വോട്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പോയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങനെ സ്ഥാനാർത്ഥികൾ കൂടുതലായി വോട്ട് ചെയ്യുന്ന ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം എന്ന് തന്നെ. കാരണം മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പലർക്കും തിരുവനന്തപുരം ജില്ലയിലാണ് വോട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ 6:45 മോക്ക് പോളിംഗ് എല്ലാം 5:30 തന്നെ തുടങ്ങി. ഏകദേശം 6-6:15 തന്നെ അവസാനിച്ചിരിക്കുന്നു. വോട്ടർമാർ എത്തിയിട്ടുണ്ട്. ഓരോ ബൂത്തുകളുടെയും മുന്നിൽ വോട്ടർമാരുടെ ചെറിയ നിര വന്നു തുടങ്ങി. അതായത് ഞാൻ നിൽക്കുന്ന സ്കൂളിലെ ബൂത്തിൽ ഒന്നിലധികം ബൂത്തുകളുണ്ട്. ഈ ബൂത്തുകളിലൊക്കെ തന്നെ 2-3 പേര് ഒരു 6 മണി 6:15 തന്നെ എത്തി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാവേശം ഈ വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന ഈ സമയം തുടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കാൻ. കാരണം ഇവിടെ തന്നെ പല ബൂത്തിലും ബൂത്തിൽ 2 വരിയായാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം 2 വരി. അതിൽ തന്നെ ഇവിടെ 4-5 പേരൊക്കെ ഓരോ വരിയിൽ ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് ഓരോ ബൂത്തിൻ്റെ മുന്നിൽ. അപ്പോൾ രാവിലെ തന്നെ നല്ല ആവേശത്തോടെ തന്നെ വോട്ടെടുപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വോട്ടും തിരുവനന്തപുരത്താണ്. അങ്ങനെ പ്രശാന്ത് പറയുന്നത് കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള